വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിനെ ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട്, സ്നേഹിത, മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. ഓർമ്മിക്കുക, സ്വർഗരാജ്യത്തിലെ വിരുന്നിന്റെ മുന്നാസ്വാദനം നടത്തുന്ന കാലം. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന സ്വരത്തിനു പിന്നാലെ ഒഴുകിയെത്തിയത് വിരുന്നിന്റെ ഉപമ. ക്ഷണിക്കപ്പെട്ടിട്ടും സദ്യയ്ക്ക് സമയമായപ്പോൾ ജീവിത വ്യഗ്രതയിൽ അത് ആസ്വദിക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യർ. സമ്പത്തും കുടുംബ ബന്ധങ്ങളും സ്വർഗീയ യാത്രയ്ക്കുള്ള ഉപാധികളാക്കുന്നതിനു പകരം നിത്യജീവന്റെ പുണ്യവഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥ. ക്ഷണിക്കപ്പെട്ട ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന തിരുവചനം അനുദിന ജീവിത വ്യാപാരങ്ങളിൽ മറവിയുടെ മാറാപ്പിൽ മറയ്ക്കാനുള്ളതല്ല. വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കാതിരിക്കാനും വിരുന്നുമേശയിൽ വിളമ്പുന്നതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഓർമ്മിക്കാം. നിന്റെ ജീവിതത്തിന്റെ വിരുന്നുമേശകളിൽ വിളമ്പാൻ പലരുണ്ടാകും, വിളമ്പാൻ പലതുമുണ്ടാകും. അവരിൽ പലരുടെയും സാന്നിധ്യവും അവർ വിളമ്പുന്ന വിഭവങ്ങളുടെ സ്വാദും നിനക്കിഷ്ടമുള്ളതാവണമെന്നില്ല. തിരസ്കരണം, ദ്രോഹം, അക്ഷമ, കോപം, സ്നേഹക്കുറവ്, വഞ്ചന, ചതി, അക്രമം എന്നിങ്ങനെ പല വിഭവങ്ങളും നിന്റെ വിരുന്നുമേശയിലെ വിഭവങ്ങളാകാൻ സാധ്യതയുണ്ട്. എല്ലാം സ്വീകരിക്കുക ശാന്തതയോടെ. ഒന്നോർക്കുക, നീ ഒരുക്കുന്ന വിരുന്നുശാലയിൽ മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഭവങ്ങൾ സ്ഥാനം പിടിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അവിടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിന്റെയും സേവനത്തിന്റെയും സ്വാദുള്ള വിഭവങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. അന്തിമ വിരുന്നിൽ അതെല്ലാവർക്കും ആസ്വദിക്കാനാകും. ഈ ബോധ്യവും വിശ്വാസവും നമ്മിലൂടെ മറ്റുള്ളവർക്കും ചൊരിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗഭാഗ്യം വിട്ടൻ വ്യാമോഹവുമായി അലഞ്ഞു ഞാനേറെ ദിനങ്ങൾ. ദുഃഖമറിയാതെ ആനന്ദം തേടി ഞാൻ എൻ ഭവനം എന്നേക്കു ധന്യമാക്കി. സൗഭാഗ്യം വിട്ടൻ വ്യാമോഹവുമായി അലഞ്ഞു ഞാനേറെ ദിനങ്ങൾ. ദുഃഖമറിയാതെ ആനന്ദം തേടി ഞാൻ എൻ ഭവനം എന്നേക്കു മന്യമാക്കി. ലോകമെല്ലാം എന്നോട്
ഇടം തേടി സൗഭാഗ്യം വിട്ടൻ വ്യാമോഹവുമായി അലഞ്ഞു ഞാനേറെ ദിനങ്ങൾ. ദുഃഖമറിയാതെ ആനന്ദം തേടി ഞാൻ എൻ ഭവനം എന്നേക്കു ധന്യമാക്കി. സൗഭാഗ്യം വിട്ടൻ വ്യാമോഹവുമായി അലഞ്ഞു ഞാനേറെ ദിനങ്ങൾ. ദുഃഖമറിയാതെ ആനന്ദം തേടി ഞാൻ എൻ ഭവനം